നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെ ഗോവിന്ദാ, ഓ എന്താ മോള് ആകാശത്ത് എണീറ്റില്ലേ? ഞാൻ ഇവിടെ ഉണ്ട് ബാലമാമേ. മോളെ ആകാശം എണീറ്റില്ലേ? ചേട്ടൻ ഓഫീസിൽ പോകാൻ റെഡിയാവാ. മോളെ നമുക്ക് തറവാട്ട് അമ്പലത്തിലൊന്ന് പോണം. ഞാനും അക്കുചേട്ടൻ അമ്പലത്തിൽ പോകാൻ നിൽക്കുമായിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടോ ബാലമാമേ? വിശേഷമൊന്നുമില്ല. പിന്നെ ഒരു ശത്രു സംഹാര പൂജ കഴിപ്പിക്കണം. ചുറ്റും ശത്രുക്കളാണല്ലോ. ശത്രു സംഹാര പൂജ മാത്രം പോരച്ച, മൃത്യുഞ്ജയ ഹോമം കൂടി വേണം. ഇവിടെ എല്ലാവരുടെയും മരണം ആഗ്രഹിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ. ആകാശേ, നിനക്ക് അമ്പലത്തിൽ പോയി വന്നിട്ട് ഓഫീസിലേക്ക് പോവാം. ശരി അച്ഛാ. ചാരുമോളെ, അശ്വതി അനുവിനും കൂടി വിളിച്ചോ. ഞങ്ങള് റെഡിയാ അച്ഛാ. ഞാൻ ഇന്നലെ മനസ്സിൽ കരുതിയതാ അമ്പലത്തിൽ പോണോന്ന്. അതെയോ? ചാരുവിനോട് ചോദിച്ചപ്പോ ചാരുവും വരുന്നെന്ന്. എന്നെ സമയം കളയണ്ട, വാ ഇറങ്ങാം. കാക്കുത്തി, എന്റെ ലഞ്ച് ബോക്സ് എടുത്ത് വണ്ടിയിലോട്ട് വെച്ചോ. അമ്പലത്തിൽ പോയിട്ട് ലേറ്റ് ആവുകയാണെങ്കിൽ അവിടെ നേരിട്ട് ഓഫീസിലേക്ക് പോവാലോ. ശരി അക്കുചേട്ടാ. നീ വന്നേ. എന്താ അമ്മേ? കാര്യമുണ്ടടാ, വന്നേ. നമസ്കാരം പക്ഷേ. നമസ്കാരം. കുറച്ചു ദിവസമായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ പാടത്തും പറമ്പിലൊക്കെ പണിക്കാരുണ്ടായിരുന്നു. എല്ലായിടത്തും ഓടി എത്തണ്ടേ. അടുത്ത മാസം പ്രതിഷ്ഠാ ദിനമാ. പ്രശ്നവിധിയിൽ മുത്തപ്പനെ കൂടെ പ്രതിഷ്ഠിക്കണമെന്നാ കണ്ടത്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ നടയിൽ തൊഴുത് അപ്പുറത്തോട് ചെന്ന് പ്രാർത്ഥിച്ചോളൂ. പ്രതിഷ്ഠ കഴിഞ്ഞില്ലെങ്കിലും മുത്തപ്പന് പൂജ തുടങ്ങിയിട്ടുണ്ടോ അവിടെ? വേഗം ചെന്ന് പ്രാർത്ഥിച്ചോളൂ. ശരി ശരി മാഷെ. എല്ലാരും ഉണ്ടല്ലോ. നമസ്കാരം. തിരുമേനി, കുടുംബത്തിന്റെ പേരിൽ ഒരു സമ്പൂർണ്ണ പൂജ, പിന്നെ ശത്രു സംഹാര പുഷ്പാഞ്ജലി.
ശത്രുസംഹാര പുഷ്പാഞ്ജലി ബാലമാമന്റെ പേരില്. ബാലചന്ദ്രൻ ഉത്തരനക്ഷത്രം. ഒരു മൃത്യുഞ്ജയ ഹോമം കൂടി വേണം അച്ഛന്റെ പേരിൽ. ആയിക്കോട്ടെ.